മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആമുഖങ്ങളൊക്കെ പറയുന്നത്. ഇക്കൊല്ലം പോയില്ലെങ്കിൽ അടുത്ത വർഷം പോകണ്ടേ? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി, അള്ളാഹുവിന് ജനങ്ങൾക്ക് മേൽ ഒരു കടമയുടെ നിർബന്ധമുണ്ട്. അതെന്താണ്? അള്ളാഹുവിന് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ, അത് ഹിജ്ജുൽ ബൈത്ത്, കഅബത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യലാണ്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ കഴിവുള്ള ആളുകൾ അത് നിർവഹിച്ചിരിക്കണം. അപ്പോൾ ആർക്കാണ് ഹജ്ജ് നിർബന്ധം? ആദ്യത്തെ ചോദ്യം അതാണ്. ആർക്കാണ് ഹജ്ജ് നിർബന്ധം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുമുള്ള സ്വതന്ത്രൻ. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുമുള്ള സ്വതന്ത്രൻ. ഇതിൽ പ്രായപൂർത്തി വിശദീകരിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. ബുദ്ധിയും വിശദീകരിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയാം. പ്രായപൂർത്തിയും ബുദ്ധിയും, സ്വതന്ത്രനെയും വിശദീകരിക്കേണ്ടതില്ല. അടിമയുടെ കാര്യം ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. ആവശ്യമില്ലാത്ത മസലയിലേക്ക് നമ്മൾ പോകേണ്ടതില്ലല്ലോ. പ്രായപൂർത്തി, ബുദ്ധി, കഴിവ്, സ്വതന്ത്രൻ, 4 കാര്യം പറഞ്ഞു. ഈ 4 കാര്യത്തിൽ വളരെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, കഴിവ്. കഴിവിനെ കുറിച്ച് മാത്രമേ പറയേണ്ടതുള്ളൂ. കഴിവിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത്. ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സംബന്ധമായും കഴിവാണ്. ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സംബന്ധമായും കഴിവാണ് സബീൽ. ഈ 3 കാര്യത്തെ കുറിച്ചാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ ശാരീരിക കഴിവ് എന്ന് പറയുമ്പോൾ ആരോഗ്യം വളരെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകല മനുഷ്യരോടും പറഞ്ഞ് സെലിൽ ആഫിയ, ആഫിയത്തിനെ ചോദിക്കാനാണ്. ആഫിയത്തിനെ ചോദിച്ചോളൂ. ജീവിതത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണ്. നിഅമത്താനി മഅബൂലും ഫീഹിമാ കസീറും മിനൻ നാസ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അസ്സിഹ്ഹത്തു എന്നാണ് ആദ്യം പറഞ്ഞത്. ആരോഗ്യം പ്രധാനമാണ്. നമ്മളൊക്കെ ശരിക്കും ആരോഗ്യവാന്മാരായി ഇങ്ങനെ നടക്കുമ്പോഴേ ഈ ചന്തം ഉണ്ടാവും. രോഗികളായ ഒരു മൂലയിൽ നമ്മൾ കിടന്നാൽ, രോഗം നീണ്ടുപോയാൽ, എഴുന്നേൽക്കാൻ വേറെ ഒരുത്തന്റെ സഹായം വേണ്ട ഒരു ഗതികേട് വന്നാൽ, 1 or 2 വർഷം നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ എത്ര അടുത്ത ബന്ധുവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പരിപാലിച്ച് വിഷമിച്ചിട്ടെങ്കിലും പടച്ചവനോട് തിരിഞ്ഞു എന്ന് പറയും, റബ്ബേ ഇതൊന്ന് മരിപ്പിച്ചു തന്നാൽ മതിയായിരുന്നു. ആ കിടത്തം കുറച്ച് ബുദ്ധിമുട്ടാണ്. ആഫിയത്ത് നഷ്ടപ്പെട്ട വലിയ പ്രയാസമാണ്. പടച്ച റബ്ബ് അങ്ങനത്തെ ഒരു ഗതി നമുക്ക് വരുത്താതിരിക്കുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ട ഒരു കാര്യം ആഫിയത്തിനാണ്. ഹജ്ജിന് പോകാൻ ഒരുങ്ങിയ ആൾക്കാർ ആദ്യം ചെയ്യേണ്ടതാണ്. നമ്മളെ കൊണ്ട് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നമ്മളെ ഒരാൾ താങ്ങുകയും കൊണ്ടു നടക്കുകയും നമ്മൾക്കൊരാൾ എന്തെങ്കിലും കോരിത്തരികയും ചെയ്യേണ്ട ഒരു ഗതികേടില്ലാതെ മരണം വരെ നമ്മുടെ കാര്യങ്ങൾ സ്വയം നിർവഹിച്ച് നല്ല ബുദ്ധിയോടുകൂടി ഈമാൻ കാമിലായി മരിക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. അതിന് ശരിക്കും ദ്വാരം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഹജ്ജിന് പുറപ്പെട്ട ആളുകളാണ്. നിങ്ങളെ ദുആക്ക് പടച്ചവൻ വലിയ വില കൽപ്പിക്കുന്നു. അത് പറയാൻ പോകുന്നു. രണ്ടാമതായി നമ്മൾ ചോദിക്കേണ്ടത് മറ്റുള്ള കഴിവുകൾ. മറ്റുള്ള കഴിവുകൾ എന്ന് പറയുമ്പോൾ ഹജ്ജിന് പോകുന്ന ആളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ധനം, സാമ്പത്തികമായ കഴിവ്, യാത്രാ സംബന്ധമായ കഴിവ് നമ്മൾ പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് ഗവൺമെന്റ് ഗ്രൂപ്പിൽ പോകാൻ സൗകര്യം ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് ഗ്രൂപ്പ്. ഇനി വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകളെ കൊണ്ടുപോകാൻ ഗ്രൂപ്പ് ലീഡേഴ്സ് ഇങ്ങനെ തയ്യാറായി നിൽക്കാൻ നിങ്ങൾ പോയാൽ മതി. അപ്പോൾ കൊണ്ടുപോകാൻ ആളില്ലാത്ത ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. വഴി സംബന്ധമായ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. യാത്രാ രേഖകളായ പാസ്പോർട്ട് കിട്ടാത്ത പ്രശ്നമില്ല. വിമാനം പോകാത്ത പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഇനി ധനത്തെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ആളുകളുടെ ഒക്കെ ധാരണ വലിയ ഒരു ബാങ്ക് ബാലൻസ് നമുക്കുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാകും, ഇല്ലെങ്കിൽ അതത്ര വലിയ കാര്യമല്ല എന്നൊരു ചിന്തയാണ് ആളുകൾക്കുള്ളത്. പലരുമായി സംസാരിക്കുമ്പോൾ പലരും പറയാറുള്ളതും പങ്കുവെക്കാറുള്ളതുമായ ആശമിത 100% തെറ്റാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചത് താമസിക്കാൻ പര്യാപ്തമായ ഒരു വീട്. ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ ഹജ്ജിന് പോയി വരുന്നത് വരെ ഈ വീട്ടിലുള്ള ആളുകൾക്ക് ചെലവിന് കൊടുക്കാനുള്ള ഒരു മാർഗം, നിങ്ങളുടെ യാത്രക്ക് ആവശ്യമായ ചെലവ്, നിങ്ങൾക്ക് കടങ്ങളുണ്ടെങ്കിൽ ആ കടം വീട്ടാനുള്ള വക, ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹജ്ജ് ചെയ്യണം, നിർബന്ധമാണ്. പിന്നീട് മറ്റൊന്ന് ആരോഗ്യപരമായ കഴിവാണ്. ശാരീരികമായി കഴിവില്ലാത്ത ഒരു ധനവാൻ, പണമുണ്ട് ശാരീരികമായി ആൾക്ക് കഴിയില്ല
എങ്കിൽ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിട്ട് അത് നിർവഹിക്കണം. ഒരിക്കൽ ഹജ്ജും ഉംറയും നിർവഹിച്ച ഒരാളെ കണ്ടുപിടിച്ച്, അത് മകനാണെങ്കിലും ബന്ധുവാണെങ്കിലും ആരാണെങ്കിലും, അയാൾക്ക് വക്കാലത്ത് കൊടുത്ത് അയാളെ കൊണ്ട് തനിക്ക് ഒരു ഹജ്ജ് നിർവഹിപ്പിക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യം ഓരോ തവണയെ പറയുന്നുള്ളൂ, ശ്രദ്ധിക്കേണ്ടവ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പെണ്ണാണെങ്കിൽ ഒരു മഹറമ കൂടെ വേണം. ഒന്നുകിൽ രക്തബന്ധത്തിലുള്ളവൻ, അതല്ലെങ്കിൽ നിസ്വസും സിക്കാത്ത് എന്ന് പറഞ്ഞ വിശ്വസ്തരായ 2 സ്ത്രീകളെങ്കിലും കൂടെ ഉണ്ടായാൽ മതി. ഗ്രൂപ്പിൽ പോകുന്നവർക്ക് അതുണ്ടാകും, ഗവൺമെന്റിൽ പോകുന്നവരാണെങ്കിൽ നാട്ടിൽ നിന്ന് അത് ഉണ്ടാവും, നിങ്ങൾക്ക് പോകാം. ഇനി ഹജ്ജ് നിർബന്ധമായി ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ മരണപ്പെട്ടു പോയാൽ, അയാൾ ഹജ്ജ് നിർബന്ധമായ അവസ്ഥയിലാണ് മരണപ്പെട്ടത് എങ്കിൽ അയാളുടെ സമ്പത്തിൽ നിന്നും ഹജ്ജിനുള്ള പണം നീക്കിവെച്ച് ഒരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കണം, അല്ലെങ്കിൽ മക്കൾ ചെയ്യണം. മരണപ്പെട്ടയാൾക്ക് സ്വത്തില്ലെങ്കിൽ ആ വിഷയം ഉദിക്കുന്നില്ല. കൊണ്ടുപോകാൻ ആളില്ലാത്തതിന്റെ പേരിൽ ഒരു പെണ്ണ് മരണപ്പെട്ടു, പണമുണ്ട്, കൊണ്ടുപോകാൻ ആളില്ല, ഒറ്റയ്ക്ക് പോകാനാകില്ല, ഈ പറയപ്പെട്ട മഹറമോ അതുപോലെ ഒരു ഗ്രൂപ്പോ കിട്ടിയില്ല, അവരുടെ അനന്തര സ്വത്തെടുത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്ന് തന്നെ ഈലാഹിന്റെ ഷറഹിൽ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്തായ ഹജ്ജ് മരണപ്പെട്ടയാളുടെ വസിയത്തില്ലാതെ നിർവഹിക്കാൻ പറ്റില്ല. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് വേണ്ടി ഒരു ഹജ്ജ് നമുക്ക് ചെയ്യണമെങ്കിൽ സുന്നത്തായ ഹജ്ജാണെങ്കിൽ, അയാളുടെ കടമ നിർവഹിച്ചു പോയ ആളാണെങ്കിൽ വസിയത്ത് വേണം, ഇല്ലെങ്കിൽ നിർവഹിക്കാൻ പറ്റില്ല. അയാൾ വസിയത്ത് ചെയ്യണം, മരിക്കുമ്പോൾ പറഞ്ഞിരിക്കണം, മോനെ എനിക്കൊരു ഹജ്ജ് ചെയ്യണം. ഇനി ഒരാൾ പകരം ഹജ്ജ് ചെയ്യിച്ചു, നമ്മൾക്ക് രോഗമാണ്, സുഖമാകില്ല എന്ന പ്രതീക്ഷയുമുണ്ട്, നമ്മൾ ഹജ്ജ് വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചു, അയാൾ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നു, പക്ഷെ നമ്മൾ ആരോഗ്യം വീണ്ടും കിട്ടി, പടച്ച റബ്ബ് രോഗം സുഖമാക്കി, നല്ല ആരോഗ്യം കൊണ്ട് സ്വയം പോയി ചെയ്യാൻ കഴിയും. എന്നാൽ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം അയാൾ തന്നെ പോയി ചെയ്യണം, നേരത്തെ ചെയ്ത് പോരാ എന്നാണ്. എന്നാൽ ശാഫിഈ മദ്ഹബിലെ മറ്റൊരു അഭിപ്രായ പ്രകാരം ആ ചെയ്തത് മതി, നിർബന്ധം അതോടെ നീങ്ങിയെന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരോഗ്യം വീണ്ടും കിട്ടിയാൽ സാമ്പത്തിക ശേഷി നിലനിൽക്കുന്നുവെങ്കിൽ പോയി ചെയ്യലാണ് നല്ലത് എന്ന്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ഫർളായ ഹജ്ജായാലും സുന്നത്തായ ഹജ്ജായാലും അയാളെ സമ്മതം കൂടാതെ ചെയ്യാൻ പറ്റില്ല. അയാൾ സമ്മതം ചെയ്യണം, എന്നാലേ പറ്റും. എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലേ പറ്റൂ, ഇല്ലാതെ പറ്റില്ല. മരിച്ചയാൾക്ക് സ്വത്തില്ലെങ്കിൽ പിന്നെ അയാൾക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യുന്ന ഏർപ്പാടും വേണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും തുടർച്ചയായി ചെയ്യുക. ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക. ഹജ്ജും ഉംറയും നിങ്ങൾ ചെയ്യുക. ഫഇന്നഹുമാ തൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ്, ഫഖറും ദുനൂബും, ദാരിദ്ര്യവും ദോഷങ്ങളും അത് രണ്ടും നശിപ്പിക്കുക. ഹജ്ജ് ചെയ്തവന്റെ ദോഷം പൊറുക്കുന്നത് പോലെ, ഹജ്ജ് ദോഷത്തെ നശിപ്പിക്കും പോലെ ദാരിദ്ര്യത്തെ നശിപ്പിക്കും. അപ്പോൾ സമ്പത്ത് ഉണ്ടാകും. ഹജ്ജ് ചെയ്തു എന്ന കാരണത്താൽ ഒരിക്കലും നമ്മൾ പാപ്പരായി പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഹജ്ജിന് നിങ്ങൾ ചെലവാക്കിയ 1 ലക്ഷമോ 80,000മോ അള്ളാഹു വേറെ വഴിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരും. നേരെ മറിച്ച് അത് പിശുക്കി കയ്യിൽ മുറുകെ പിടിച്ചു നിന്നാലോ വല്ല രോഗമോ മറ്റോ വരുത്തി പടച്ചവൻ അത് കളയുകയും ചെയ്യും. അതുകൊണ്ട് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടരുത്, ദാരിദ്ര്യത്തെ ഒരിക്കലും ഭയപ്പെടരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ കാര്യം, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരാളും ഹജ്ജ് ചെയ്യാതിരിക്കരുത്. രണ്ടാമത്തെ ഭയം നമ്മൾക്ക് ഉണ്ടാവാറുള്ളത്, ഹജ്ജ് ചെയ്യാൻ പോയാൽ ആരോഗ്യപരമായി നമുക്ക് വല്ല ക്ഷീണവും വരുന്ന, ആരോഗ്യപരമായി നമുക്ക് വല്ല ക്ഷീണം വരും, ഒരു പേടിയും പേടിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ ഫഇന്നഹുമാ തുസീദു ഫിൽ ഉംറ, അത് രണ്ടും ആരോഗ്യത്തിൽ അഥവാ വയസ്സിൽ വർധനവുണ്ടാക്കും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഭക്ഷണ ആരോഗ്യ വർധനവുണ്ടാകുമ്പോൾ തൻഫിദ് ദുനൂബ്, ദോഷങ്ങൾ പൊറുക്കുകയും മായ്ച്ചു കളയുകയും ചെയ്യും. ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന 3 കാര്യം പറയും. ആയുസ് വർദ്ധിക്കും, ഭക്ഷണം വർദ്ധിക്കും, അതോടൊപ്പം ദോഷം പൊറുക്കും. ആയുസ് വർദ്ധിക്കും.